ഈ ഒരു ബട്ടൺ അമർത്തുമ്പോൾ ചെറിയൊരു സ്ലോ പറഞ്ഞാ ഇപ്പോൾ ഫാസ്റ്റായി ഇത്ര വെയിറ്റ് കാണാൻ കയറുന്നില്ല. അപ്പോൾ 2 കല്ലെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന കയറ്റം കണ്ട, ഈ കാണുന്ന കയറ്റം ഇത് വെച്ച് കയറാൻ പറ്റും നോക്കാം. ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മിലിറ്ററി ട്രക്ക് വാങ്ങിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലത്തെ ഒരു കിഡ്കാജ് ആയിട്ടാണ്, ബ്ലൂ കളർ. സോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ അത്യാവശ്യം വെയിലത്താണ് നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഇത് പ്രൊഡക്റ്റ് വാങ്ങണമെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് അടിച്ചോട്ടെ. നമ്മൾ 1-2 ട്രക്കിൻ്റെ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഇല്ലാത്ത പോലത്തെ ഒരു മിലിറ്ററി ട്രക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ വട്ടം നമ്മളൊരു പിക്കപ്പ് വാൻ്റെ ചെയ്തിട്ടുണ്ട്, പിക്കപ്പ് ട്രക്കിൻ്റെ സുസുക്കിയുടെ. പിന്നെ അതുപോലെ തന്നെ ഒരു KL10 ഷെവർലെറ്റിൻ്റെ ഒരു ട്രക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇതെന്ന് പറയുമ്പോൾ ഒരു പണ്ടത്തെ കാലത്ത് ഒരു മിലിറ്ററി ബേസ് ചെയ്തുള്ള ട്രക്കിൻ്റെ മോഡലാണ് നമ്മുടെ ഈ ഐറ്റം വന്നിരിക്കുന്നത്. WP എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഐറ്റം. സോ എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് എൻ്റെ കയ്യിലുള്ള ട്രക്ക് എന്ന് പറയുന്നത്, KL10 ഷെവർലെറ്റിൻ്റെ. ഇത് നമ്മുടെ സുസുക്കിയുടെ ഐറ്റാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, സോ ഈ 2 ഐറ്റാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് മുന്നേ നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ നിന്ന്. സോ ഈ വട്ടം നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ നിന്നാണ് നമ്മുടെ ഐറ്റം ഓർഡർ ചെയ്തേക്കുന്നത്. സോ ഇരിക്കുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പാക്കേജിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡാമേജ് പോലും ഇല്ലാണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് നമ്മുടെ കയ്യിലിട്ടാറ്. അതാണ് വീണ്ടും ഞാൻ യൂക്ലിക്കിൻ്റെ പേജിനെ വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് RC കാർസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. FMSൻ്റെ ആണ് ഈ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ WP എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. WP അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡാണ്. സോ ഈ WP ബ്രാൻഡിൻ്റെ തന്നെയാണ് നമ്മൾ ഈ വട്ടം വാങ്ങിച്ചേക്കുന്ന നമ്മുടെ ഈ കാണുന്ന മിലിറ്ററി ട്രക്ക് എന്ന് പറയുന്നത്. സോ എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ നിങ്ങൾ എന്തായാലും കമൻറ്റ് അടിക്കുക നെക്സ്റ്റ് ഇത് പ്രൊഡക്റ്റ് വാങ്ങണമെന്ന്. അതേപോലെ നിങ്ങളുടെ ഫേവറേറ്റ് കാറിൻ്റെ പേരൊക്കെ ജസ്റ്റ് കമൻറ്റ് അടിച്ചോളൂ. സോ എന്തായാലും അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുന്നതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഈ ബോക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓഫ് റോഡ് റേസിംഗ് സീരീസ് എന്ന് കൊടുത്തിട്ടുണ്ട്, 4 ചാനൽ. പിന്നെ അതേപോലെ തന്നെ ഇതെന്തായാലും നമുക്ക് പുറത്തേക്ക് എടുക്കാം. വാവ് ഗൈസ്, പുതിയ RC കാർ, നമ്മുടെ പുതിയ കളക്ഷനിലേക്കുള്ള RC കാർ വന്നിട്ടുണ്ട്. കാറല്ല, RC ട്രക്കാണ് ഐറ്റം. സോ ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം. ഒരു മിലിറ്ററി ബേസ് ചെയ്തിട്ടുള്ളൊരു, ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതാണ് ഐറ്റം. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഈ കാണുന്ന ബ്ലൂ കളറാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. സോ എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം അടിപൊളി RC കാർസൊക്കെ ഞാൻ പ്രൊട്ടക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ നിന്നും നല്ല RC കാറൊക്കെ നോക്കിയിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല കിടക്കാച്ചി ഹോബി ഗ്രേഡ് കാറൊക്കെ വാങ്ങണമെങ്കിൽ നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ സമീപിച്ചാൽ മതി. താഴത്തെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്തിട്ട് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതായിരിക്കും. പിന്നെ കുറേ പേര് നോക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഈ റിംഗ് ആയിരിക്കും. സോ ഈ റിംഗ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇതൊരു ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന ഒരു റിംഗ് ആണ്. എൻ്റെ ബോഡി ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഇതിൽ ഇവർ എഴുതി കാണിക്കും. ഞാൻ നമ്മുടെ പ്രൊട്ടക്റ്റ് കൊടുത്തേക്കാം, വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം. 1:16 ആണ് വന്നിരിക്കുന്നത്. ഓഫ് റോഡ് റേസിംഗ് സീരീസ്, അത്യാവശ്യം നല്ല ഫാസ്റ്റിൽ പോകുന്ന ഒരു ഐറ്റമാണ്. അതും 4x4 ആണ് നമ്മുടെ ഈ കാണുന്ന ട്രക്ക് വന്നിരിക്കുന്നത്. സോ ഇതാണ് എൻ്റെ പെട്ടിയും കാര്യങ്ങളും. ഇതൊരു ഹോബി ഗ്രേഡ് അല്ല, ടോയ് ഗ്രേഡ് അല്ല, എൻ്റെ ഇടയിൽ കാണുന്ന സംഭവമാണ്. ലൈക്ക് ഇതാണ് എൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ കാണിച്ച സുസുക്കിയുടെ ആ സെയിം റിമോട്ട് കൺട്രോൾ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഗൈസ്. വാവ്, അടിഭാഗമാണ് ഫസ്റ്റ് ഒന്ന് തിരിച്ചിടാം. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ RC കാർ എന്ന് പറയുന്നത്. ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഐറ്റം. അത്യാവശ്യം അടിപൊളിയാണ്. ഈ കാണുന്നതാണ് എൻ്റെ യൂസർ മാനുവൽ എന്ന് പറയുന്നത്. സോ യൂസർ മാനുവൽ ഒരു പേജ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ചില RC കാർസ് പോകുമ്പോൾ ഒരു ബുക്ക് പോലെ കുറേ കിട്ടും, പക്ഷേ ഇതങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇതിലൊരു വേറൊരു ഇത് വന്നിട്ടുണ്ട്, ഒരു കവർ വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ, പിന്നെ ചാർജിങ് കേബിൾ, പിന്നെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. അത് വലിയ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല, സാധാ റിമോട്ടാണ്. പിന്നെയാണ് നമ്മുടെ RC ട്രക്ക് കാണാൻ പോകുന്നത് ഗൈസ്. ദൈവനാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറൊക്കെ അടിപൊളിയാണ്, അത്യാവശ്യം നല്ല സ്മൂത്ത് ടയേഴ്സാണ്. ഒരു എക്സ്ട്രാ ടയർ വന്നിട്ടുണ്ട് വേറെ. പിന്നെ ബാക്കിൽ ഇത് ഏട്ടൻ RCയുടെ പോലെ ഇത് ബാക്കോട്ടാക്കാൻ പറ്റില്ല. ഓവറോൾ അടിപൊളിയാണ്, കാണാൻ ലുക്കൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, അപ്പോൾ ഇവനാണ് നമ്മുടെ ഐറ്റം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RC ട്രക്ക്. വലിയ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല, ഒരു സാധാരണ ഒരു ഐറ്റമാണ്. എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 9,000 റുപ്പീസാണ്. നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ അവൈലബിൾ ആണ്, അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിലത്തെ ഇത് തുറക്കാനൊന്നും പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിൽ ചെയ്യാം, മോഡിഫിക്കേഷൻ ചെയ്യാം. അതിനൊക്കെ പറ്റിയ റൈറ്റാണ്. പിന്നെ ഇതിൽ നമ്മൾ ബാറ്ററി ഇടുന്നത് നമ്മൾ സാധാരണ ചെയ്യണ പോലെ നമ്മൾ എന്താ പറയുക, ബോണറ്റ് പൊക്കിയിട്ടൊന്നല്ല ബാറ്ററി ഇടുന്നത്. ഇതിൻ്റെ ബാറ്ററി ഇടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ തല കണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ബാറ്ററി നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് 7.4 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് വന്നിരിക്കുന്നത്.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ബാറ്ററി. സോ ഇത് ബാറ്ററി അയച്ചിട്ട് നമുക്ക് റീചാർജ് ചെയ്യാം, കണക്ട് ചെയ്യാം. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ കേട്ടോ നമ്മുടെ ഐറ്റോടെ സെറ്റ് ആയിരുന്നു. പിന്നെ അതിൽ പറയാനുള്ളത് ആദ്യം നമ്മുടെ ഈ കാണുന്ന റിമോട്ടിൽ ബാറ്ററി ഇട്ട് കൊടുക്കാം. പോലത്തെ ഒരു AA ബാറ്ററീസ് ആണ് ആവശ്യമുള്ളത്. ബാറ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഓൺ ആക്കണ മുമ്പായിട്ട് ഇതിൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. പക്ഷേ മറ്റേ സ്പ്രിംഗ് സസ്പെൻഷൻ അല്ല, ഈ ഒരു മോഡൽ സസ്പെൻഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ നമ്മുടെ FMSൻ്റെ കാറുകളൊക്കെ വരുന്ന പോലെ ഒരു സ്പ്രിംഗ് സസ്പെൻഷൻ അല്ല. ഇതിലത്തെ സസ്പെൻഷൻ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. നോക്കിയേ അടാ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സസ്പെൻഷൻ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ കേട്ടണിനൊക്കെ 18,000 രൂപയാണ് വരുന്നത്. ഇത് നേരെ പകുതിയാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്, 9,000 റുപ്പീസ്. സോ അതിനുള്ള ഐറ്റം എന്തായാലും ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത്യാവശ്യം കിടക്കാച്ചി പ്ലാസ്റ്റിക് ബോഡിയാണ് വന്നിരിക്കുന്നത്. കൊള്ളാം. നമ്മുടെ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ മേലെ വെയിറ്റേജ് ഓടിച്ച് നോക്കണം, ഓഫ് റോഡ് ഓടിച്ച് നോക്കണം. ഇതിന് ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കാണുന്നതാണ് റിമോട്ട് എന്ന് പറയുന്നത്. റിമോട്ടിൻ്റെ ത്രോട്ടിൽ കൊടുക്കാൻ, ബാക്ക് കൊടുക്കാൻ, ലെഫ്റ്റ് റൈറ്റ്, അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ടയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഓൺ ഓഫ് ആക്കാനായിട്ട്, പിന്നെ ഇതിൻ്റെ സ്പീഡ് 2 സ്പീഡാണ് വരുന്നത്. പക്ഷേ വലിയ വ്യത്യാസം തോന്നുന്നില്ല. അപ്പോൾ അത് മാറ്റാനുള്ള ഒരു സ്വിച്ചും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലാണ് ബാറ്ററി നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നിൽക്കുന്നത് ഈ ഭാഗത്താണ്. ഇത് ഓൺ ആക്കിയ ശേഷം ഇതിലും ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഐറ്റം എന്താ വേണ്ട ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഫാസ്റ്റ് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫാസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടാ, ഈ ഒരു ബട്ടൺ അമർത്തുമ്പോൾ ചെറിയൊരു സ്ലോ കണ്ടാ, ഇപ്പോൾ ഫാസ്റ്റായി സ്ലോ ആയി കണ്ടാ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തൊട്ട് അവിടെ വരെ ഓടിച്ചിട്ട് ഇതിൻ്റെ ഫാസ്റ്റ് കാണിച്ചു തരാം. സോ നിങ്ങൾ നോക്കിക്കോ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് എടുക്കുമ്പോൾ ഈ ഒരു ഫാസ്റ്റും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇപ്പോൾ കത്തി എടുക്കുന്നുണ്ട്. സോ ഈ കാണുന്ന ബട്ടൺ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഹെഡ്ലൈറ്റ് ഓഫായി. വീണ്ടും അമർത്തി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓൺ ആയി. ഐറ്റ് ഇവനെ കൊണ്ട് നമ്മളൊരു ഓഫ് റോഡ് പോകണം. അതേപോലെ തന്നെ കുറച്ച് റണ്ണിങ് ടെസ്റ്റ് ഒക്കെ നടത്തണം. ഇതിൻ്റെ മേലെ കുറച്ച് വെയിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം. സോ ഇതിൻ്റെ ആ ഒരു ക്യാപ്പബിലിറ്റി നമുക്ക് മനസ്സിലാവും. ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രക്കും കൊണ്ട് നമ്മളിവിടെ പറമ്പിൽ വന്നിരിക്കുകയാണ്. സോ ചെറിയൊരു ഓഫ് റോഡും അതേപോലെ തന്നെ കുറച്ച് ലൈക്ക് ഈ കാണുന്ന കയറ്റം ഇത് വെച്ച് കയറാൻ പറ്റും നോക്കാം. സോ അതൊക്കെയാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ ട്രക്ക് അവിടെ വെച്ചിട്ടുണ്ട്. സോ ഈ കാണുന്ന കയറ്റം ഇത് വെച്ച് കയറാൻ പറ്റും നോക്കാം. സോ നമ്മുടെ വണ്ടി ഇവിടെ കയറുന്നുണ്ട്. ഓ ഗൈസ്, കയറി എടാ, അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഡ്രാഗ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടാ, വണ്ടി ഒറ്റടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. സോ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. വാവ്, ബാക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഒന്നും കൂടെ നമുക്ക് ഈ ഒരു കയറ്റി നോക്കാം. സിമ്പിളായിട്ട് കയറിപ്പോയി. അതൊക്കെ അടിപൊളിയായിട്ട് സോ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഇതിന് മേലെ കുറച്ച് കല്ല് വെച്ചിട്ട് ഇത് കയറാൻ പറ്റുന്നതാണ്. സോ അത് നമുക്ക് വേറെ സ്ഥലത്ത് പോയി ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി ഓടിച്ച് നമ്മൾ വീടിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് പോവാണ്. ഫ്രണ്ട് ഭാഗത്തേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കുറച്ച് കല്ലുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. സോ കുറച്ച് കല്ല് എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഇടണം ഗൈസ്. നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കല്ലുകൾ അത്യാവശ്യം കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റുള്ള കല്ലാണ്. സോ നമ്മുടെ വണ്ടി കുറച്ച് ഇങ്ങനെ താന്നിട്ടുണ്ട്. സോ എന്തായാലും ഇത് വെച്ചിട്ട് നോർമലി ഓടാൻ പറ്റും നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ട്. നമ്മുടെ ഈ കാണുന്ന ചെറിയൊരു കയറ്റം ഈ കല്ല് വെച്ചിട്ട് നമ്മുടെ വണ്ടിക്ക് ലോഡ് ചെയ്തിട്ട് കയറാൻ പറ്റും നോക്കാം. നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ഗൈസ് ഓ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമ്മുടെ ഐറ്റം പരിശ്രമിക്കുന്നുണ്ട്. ബാക്കിലോട്ട് ഇങ്ങനെ വെയിറ്റ് നിൽക്കണ കാരണമാണ് പ്രശ്നം. ഫ്രണ്ടിൽ അത്ര വെയിറ്റ് ഇല്ലല്ലോ. ഒറ്റടി കയറാൻ നോക്കാം. ഓ ഗൈസ്, കുറച്ചിന് ബാക്കോട്ട് വന്നിട്ട് കയറാൻ നോക്കാം. ഇത്ര വെയിറ്റ് കാണാൻ കയറുന്നില്ല. അപ്പോൾ 2 കല്ലെടുത്ത് മാറ്റിയിട്ടുണ്ട്. സോ ഇനി കയറാൻ നോക്കാം. ഓ ഗൈസ്, നമ്മുടെ കല്ല് വെച്ച് കയറ്റുന്നത് കുറച്ച് പാടാണ്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല, എല്ലാം പറഞ്ഞു ഞാൻ വിചാരിക്കുന്നു. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഐറ്റാണ്, അടിപൊളിയാണ്. അത്യാവശ്യം ലോഡും കാര്യങ്ങളും വലിക്കും. സോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂക്ലിക്കിൻ്റെ പേജും കാര്യങ്ങളും താഴ്ത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.